ഗൈസ്, രാവിലെ ഓഫീസിൽ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഡ്യൂട്ടിക്കിടയിലാണ് എനിക്ക് ഡെലിവറി പെയിൻ ഉണ്ടായത്. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല ഡെലിവറി പെയിൻ ആണെന്ന്. ഞാൻ ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞത്, ഇത് കൺട്രാക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട്, നീ ഒന്ന് പോയി ഗ്രാഫ് എടുത്ത് നോക്കുന്നൊക്കെ. അങ്ങനെ ഗ്രാഫ് എടുത്തപ്പോൾ ഗൈസ് എന്നെ അഡ്മിറ്റാക്കി. പിറ്റേന്നായിരുന്നു ഗൈസ് എന്നിട്ട് ഡെലിവറി. 26th അഡ്മിറ്റായി, 27th കേട്ടോ ഡെലിവറി. ഭാര്യയുടെ കയ്യിലുണ്ട്, ഫ്രീ അല്ലാത്തതുകൊണ്ട് സഹായമാണ് ഉപദ്രവം തെറ്റായിട്ട് പറയാം. മേളിൽ തപ്പരടി മേളില് മതി. മേളില് ഒന്നാമത്തെ ഹൈറ്റ് വ്യത്യാസമുണ്ട്. സ്കില്ല് വേണം, സ്കില്ല്. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ ശേഷം ഗൈസ് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടായില്ല. അതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ പെയിൻ കൂടിയിട്ടാ. വിടാതെ മുക്ക് മുക്ക് മുക്കിക്കോ 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 മുക്ക് 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 ലക്ഷ്മിക്കല്ലേ കരയല്ലേ കരയല്ലേ മോനെ ലക്ഷ്മിക്കല്ലേ പെയിനില്ല പെയിനില്ല പെയിൻ വരട്ടെ പെയിൻ വരട്ടെ മോനെ ഒരു നിമിഷം കിരിയാട്ടോ
പ്രഷർ കൊടുക്കണ്ട കേട്ടോ. യെസ്, വെരി ഗുഡ്. അങ്ങനെ തന്നെ പുഷ് ചെയ്തു, 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 പുഷ് ചെയ്തു. കല്ല് കടിച്ച് പിടിച്ച് ആരോടെങ്കിലും ദേഷ്യം കൊണ്ട് ഇപ്പം തീർത്ത പുഷ്. ഈ പെയിൻ പോയി കഴിയുമ്പോൾ നേരെ വരണേ. നേരെ വരാമോ? ആ പെയിനുണ്ടെ പുഷ് ചെയ്തു, പുഷ് ചെയ്തു, പുഷ് ചെയ്തു. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ പുഷ് ചെയ്തു. മുൻ ചെയ്യുന്നത് കറക്റ്റാ. ചെയ്തു, വെരി ഗുഡ്, വെരി പുഷ് ചെയ്തു. മുക്ക് മോനെ. പുഷ് ചെയ്ത മോനെ, പുഷ് ചെയ്ത, പുഷ് ചെയ്തു. ചെന്നൈ മുക്കിക്ക മോനെ, മുക്ക്, മുക്ക്. വരണ്ട് വരണ്ട് മുക്ക്. മുക്ക്. മുക്ക് മുക്ക് മുക്ക്. മുക്ക് മുക്ക് മുക്ക്. മോളെ മുക്ക് 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 മുക്ക്. നന്നായിട്ട് മുക്ക്. 1 2 3 പുഷ് 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 പുഷ്. തുടച്ചിട്ട് കാണിച്ചു തരേ. തുടച്ചിട്ട് കാണിച്ചിട്ട് ആക്കിയിട്ട് കാണിച്ചു തരും കേട്ടോ. വേണ്ട. ഈ കോപം ഓടിക്കും. കാലിവിടെ വെച്ചിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യോ. 12-19 കേട്ടോ. കൈകൊണ്ട് സമാധാനം കിടന്നോ. കൈതാരത്ത് വെച്ച് വെള്ളം വേണോ? ഇതൊന്ന് കണക്ട് ചെയ്യാം. ജയിപ്പിച്ചു കൊടുത്തിട്ട് വേണോ? ഈ കൈ എന്താണെന്ന് നോക്കിക്കാം. എന്നിട്ട് പിന്നെ ഒബ്സർവേഷനാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ പാല് തരാം കേട്ടോ. കുറച്ചൊന്ന് വാമായി കഴിയുമ്പോൾ ബേബി ഒന്ന് വാമായി കഴിയുമ്പോൾ ഒന്ന് പാല് തരാം കേട്ടോ. പുറത്തേക്കോ. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല ഗൈസ്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടുത്തെ ഓരോ സ്റ്റാഫിൻ്റെയും, ഈവൻ ഡോക്ടേഴ്സിൻ്റെ, നഴ്സസിൻ്റെ ആയാലും എല്ലാ സ്റ്റാഫിൻ്റെ ആണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ്, അവർ നമ്മളോട് നിൽക്കുന്ന ആ രീതി, എൻ്റെ അവിടെ ഒരു ഡെലിവറി ടൈമിൽ അവരെല്ലാം തന്ന സപ്പോർട്ട് അതെനിക്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അത്രയ്ക്കായിരുന്നു. കാരണം അറിയാമല്ലോ ആ ഒരു സിറ്റുവേഷൻ. അപ്പം നമ്മളെ ഒരു 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 സാന്ത്വനമായ ഒരു വാക്കുകൾ പോലും, ചെറിയ വാക്ക് പോലും നമുക്ക് ആ സമയങ്ങളിൽ വലിയൊരു ഇതായിരിക്കും. അതുപോലൊരു സപ്പോർട്ടും അതൊന്നും എനിക്ക് ഒന്നും പറയാനില്ല. കാരണം അത്രയ്ക്കുണ്ട് എനിക്ക്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യുക. അപ്പോൾ അതെല്ലാം കൂടെ കൂടുതൽ ഞാൻ ഇമോഷനായി പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങളുടെ വി ആൻഡ് ബേബി
ഞങ്ങളുടെ കയ്യിലേക്ക് സേഫായിട്ട് എത്തിച്ചത് കിൻഡർ ഹോസ്പിറ്റൽസാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഡോക്ടർ സ്മിത പ്രതീഷ് മാമിന്.